ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പം ഇതിൽ ഈശോ പറയുന്നുണ്ട്, ഈശോ സ്നേഹിച്ചതുപോലെ എല്ലാവരും സ്നേഹിക്കാൻ. അപ്പം നമുക്ക് എല്ലാവരെയും അവരുടെ കുറവുകൾ എല്ലാം സഹിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കണമെങ്കിൽ ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം. ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഇത് ആലോചിച്ചപ്പം ഈ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതും ഈ ഈശോയുടെ സ്നേഹം എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക എന്നതാണ് അതിൽ നടക്കുന്നത്. അപ്പം ഈ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, എങ്ങനെയാണോ നമ്മുടെ ഹാർട്ട് നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്ലഡിന് സർക്കുലേഷൻ നടക്കുന്നത്. അപ്പം അതായത് ഈ ഹൃദയം പിടയ്ക്കുന്ന പോലെ നമ്മളും ഈശോയ്ക്ക് വേണ്ടി പിടയണം. അങ്ങനെ മാത്രമേ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലും എത്തുള്ളൂ, ഈശോയുടെ സ്നേഹം അവർക്കും കിട്ടത്തുള്ളൂ. അപ്പം ഈ പിടച്ചിൽ എന്ന് പറയുമ്പം അത് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതാവാം, ഈശോയ്ക്ക് വേണ്ടി ഓരോ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതാവാം, നമ്മളെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതാവാം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി മീൻസ് ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പിടയ്ക്കുക എന്ന് പറയുന്നത് റിലേറ്റഡ് ഉണ്ട്. അപ്പം നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പിടയാനും, കാരണം ഈശോ ശരിക്കും നമുക്ക് വേണ്ടിയല്ലേ പിടഞ്ഞത്. ഈശോയുടെ ആ സ്നേഹം നമുക്ക് വേണ്ടി ഒഴുക്കാൻ വേണ്ടിയിട്ടല്ല ഈശോ പിടഞ്ഞത് കാൽവരിയിൽ. ആ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് പിടയാം. നമ്മുടെ ഓരോ എഫേർട്ട് അത് ഏത് രീതിയിലാവാം, പ്രാർത്ഥിക്കുന്ന രീതിയിലാവാം, ശുശ്രൂഷ ചെയ്യുന്നതല്ല, എങ്ങനെയായാലും ഈശോയ്ക്ക് വേണ്ടി പിടഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹം എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു സ്നേഹം എല്ലാവരിലും നിറയട്ടെ. എല്ലാവരും നിറയ്ക്കാനും നമുക്ക് എല്ലാവരും നിറയുമ്പോൾ എല്ലാവരും സ്നേഹത്തിലായിരിക്കുള്ളൂ. എല്ലാവരും സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ വേൾഡ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആവും. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയുടെ മക്കളായി തീരാൻ നമുക്ക് പറ്റും. ആമേൻ.